നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓണം നാളുകളിൽ പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായതും ഇടത്തരമായ മഴയാണ് പല മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കണ്ണൂരിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. രാവിലെ 6 മണിയോടെയാണ് സംഭവം നടന്നത്. വീടുകളോട് ചേർന്നുള്ള ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. മന്ത്രി സണ്ണി ജോസഫും കളക്ടർ പി വിഷ്ണുരാജും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മുതൽ മഴയുണ്ടായിരുന്നു. ഇന്നും കനത്ത മഴ തുടരുന്നു. ചെറുപുഴ പുഴയിലും കാര്യങ്കാട് പുഴയിലും ജലനിരപ്പ് ഉയർന്നു. കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കർണാടക വനത്തിലും ഉരുൾപൊട്ടിയതായാണ് സംശയം. ശക്തമായ മഴയെ തുടർന്ന് കാര്യങ്കാട് പുഴയും കരകവിഞ്ഞു. പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ പാൽച്ചുരത്തിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ചെകുത്താൻ തോടിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് വയനാട്ടിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും നടുംപൊയിൽ പെരിയ വഴിതിരിച്ചുവിടുന്നതാണെന്നാണ് കലക്ടർ അറിയിച്ചത്. ഔദ്യോഗിക വാഹനങ്ങളല്ലാതെ ഒരു വാഹനങ്ങളും പ്രവേശിപ്പിക്കുന്നില്ല. മണ്ണ് നീക്കൽ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളിലും വെള്ളം കയറി പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയാണുള്ളത്. കുപ്പം CH നഗറിലും വെള്ളം കയറിയിട്ടുണ്ട്. നബിദിന റാലിക്ക് പോയ കുട്ടികളും കുടുങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ആലക്കോട് മൂന്നാംകുന്ന് ചോലമലയിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. കല്ലും മണ്ണും ചെളിയും ഉൾപ്പെടെ ഒലിച്ചിറങ്ങി. പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പല മേഖലകളിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയൊക്കെ തന്നെ ഇടിഞ്ഞ അവസ്ഥയിലാണ്. ഇതോടെ നാട്ടുകാരും ആകെ ആശങ്കയിലാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ചിട്ടുണ്ട്. മണ്ണിടിയാൻ കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെന്നും മന്ത്രി ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശോധന നടത്തണമെന്നും അറിയിച്ചു. ഏതായാലും പലയിടത്തും ഓണത്തിന് വരവേൽക്കാനുള്ള ഓണാഘോഷങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു തിരക്കിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നത്. മാത്രമല്ല പലയിടത്തും ഗതാഗതവും തടസ്സപ്പെടുന്ന രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രധാന വിപണികളെയെല്ലാം തന്നെ ഈ മഴ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആഘോഷങ്ങൾക്കിടയിലും കനത്ത ആശങ്ക പടർത്തിക്കൊണ്ടാണ് മഴ പെയ്യുന്നത്. ജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് വില്ലനായി മഴ തുടരുകയാണ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 9 ജില്ലകളാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ തിരുവോണ ദിവസം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കനത്താൽ ഉത്രാടപ്പാച്ചിലിനെയും കച്ചവടത്തെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. എങ്കിലും മഴ ഭീഷണി മറികടന്നും തിരുവോണത്തെ ഗംഭീരമായി വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. അതേസമയം തന്നെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും കനത്ത മഴ തുടരുന്നതിനാൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 16 വിമാന സർവീസുകൾ റദ്ദാക്കിയതായും 113 സർവീസുകൾ വൈകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മോശം കാലാവസ്ഥ വിമാന സർവീസുകളെ എങ്ങനെ ബാധിച്ചു എന്ന കാര്യത്തിലും വിമാനത്താവള അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന നൽകിയിട്ടില്ല. തിങ്കളാഴ്ച 26 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 15 മറ്റു നഗരങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. 390-ലധികം വിമാനങ്ങൾ വൈകുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി NCRലെ ചൊവ്വാഴ്ചത്തെയും കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയിൽ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. പലയിടങ്ങളിലും ഗുരുഗ്രാമിലും ഫരീദാബാദിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോയിഡയിലും കനത്ത മൂടൽമഞ്ഞ് തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഗുഡ്ഗാവിലുടനീളമുള്ള എല്ലാ കോർപ്പറേറ്റ് ഓഫീസുകൾക്കും സർക്കാർ വകുപ്പുകൾക്കും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് വർക്ക് ഫ്രം ഹോം ആനുകൂല്യം നൽകി. കനത്ത മഴ ഗുഡ്ഗാവിലെ പ്രധാന റോഡുകളിലെ ഗതാഗതം താറുമാറാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനം.